വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇത് കുറച്ച് നേരത്തെ എടുത്തൊരു വീഡിയോ ആണ്. ഡിസംബറിൽ ആമിയുടെ കസിൻസൊക്കെ ചെന്നൈയിൽ നിന്ന് വന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അവരുള്ള സമയത്തെടുത്ത വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ഡിലേ ആയി പോസ്റ്റ് ചെയ്യാൻ, കാരണം ഇത് എഡിറ്റൊക്കെ ചെയ്തു വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം അതുകൊണ്ടാണ് താമസിച്ചത്. ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിലാണ് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കല്ലിൽ ഭഗവതി ക്ഷേത്രം എറണാകുളത്ത് പെരുമ്പാവൂർ ആണ്. മേഖല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. ഈ അമ്പലം ഭയങ്കര പഴയ ഒരു അമ്പലമാണ് കേട്ടോ. കണ്ടോ, നമുക്ക് പോകുമ്പോൾ തന്നെ കാണാം. ഭയങ്കര കുറേ ഏക്കറിലാണ് ഈ അമ്പലം കിടക്കുന്നത്. കുറേ കാടിൻ്റെ ഉള്ളിലായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ എനിക്കറിയില്ല, എൻ്റെ ശരിക്കുള്ള ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് പോയതാണ്. അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ്, ഇതെനിക്ക് തോന്നുന്നൊരു 69 സ്റ്റെപ്പോളം ഉണ്ട്. ഈ സ്റ്റെപ്പ് നടന്ന് ഏറ്റവും മുകളിലാണ് ഭഗവതി ഇരിക്കുന്നത്. ഇത് അമ്പലമായിട്ടൊന്നും കെട്ടിയിട്ടൊന്നുമില്ല, പോയവർക്കറിയായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ഒരു ഭയങ്കര ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തോ ഒരു വലിയ പാറകൾ വെച്ചുള്ള പാറകളാണ്, അല്ലാതെ നമ്മൾ ഈ ഇങ്ങനെ കല്ലിട്ട് അങ്ങനൊന്നും ചെയ്തിട്ടില്ല. മേളിലും പാറ, താഴെയും പാറ, ഫുള്ളൊരു ഗുഹ പോലെ. അങ്ങനൊരു എഫക്റ്റ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്കിതിൻ്റെ ശരിക്കുള്ള ഇതിൻ്റെ ഐതിഹ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ അറിവില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വലിയ തെറ്റ് പറയുന്നത് ശരിയല്ലല്ലോ. കണ്ടോ, ചുറ്റും ഇങ്ങനെ കാട് പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതൊരു ഗുഹാക്ഷേത്രമാണ്. അതൊരു ഗുഹയ്ക്കകത്താണ് ദേവി ഇരിക്കുന്നത്. പുള്ളി ഒരു എന്താ പറയുക, ഈ പാറകഷ്ണങ്ങൾ വെച്ചുള്ള ഇതാണ്, പാറയുടെ പീസാണ് മേളിലും താഴെയും. അല്ലാതെ നമ്മളിങ്ങനെ കോൺക്രീറ്റ് ബിൽഡിങ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ കാണുന്ന ഈ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ കോൺക്രീറ്റിൽ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്, അത് നമ്മുടെ കല്ലൊക്കെ വെച്ച്. മേളിൽ ഫുള്ള് പാറയാണ്. അപ്പോൾ അങ്ങോട്ട് ഞാൻ വീഡിയോ എടുത്തില്ല, നമ്മളങ്ങനെ ശരിയല്ലല്ലോ. കണ്ട, ഞാൻ പിന്നെ ദേവിക്ക് മുന്നേ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ, അപ്പം ഞാൻ എടുത്തില്ല. അപ്പം നമ്മൾ തൊഴുത്, ഇത് നല്ല പ്രദക്ഷിണം വെക്കുന്നൊക്കെ രസമാണ് കേട്ടോ. ഇത് കണ്ടോ, ഫുള്ളി അവിടെയൊക്കെ ചുറ്റും നമുക്ക് പാറകഷ്ണങ്ങളാണ് കാണുന്നത്, പാറ പീസുകളാണ്. അങ്ങനെ നമുക്ക് അവിടെയൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നടക്കി നേരെ നമ്മളങ്ങനെ ഫോട്ടോ എടുക്കരുതല്ലോ, ഞാനങ്ങനെ എടുത്തിട്ടില്ല. പക്ഷേ ഇവിടുന്ന് അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാനും എടുത്തത്. പിന്നെ കണ്ടോ, ചുറ്റും ഒരു ഇതുപോലെയാണ്. എന്താ, നല്ല രസമുണ്ട് കാണാൻ. അമ്പലത്തിലും തൊഴാം. പിള്ളേർക്ക് വെക്കേഷനിൽ ഒരു എവിടെയോ പോയൊരു ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെവിടെ എല്ലാവരും ഇന്ന് ഫോട്ടോസും കണ്ട, എല്ലാവരും ഇങ്ങനെ ഇതിന് മേളിൽ കയറി താഴെ ഇറങ്ങിയാണ് അവർ പ്രദക്ഷിണം വെക്കുന്നത്. അവിടെ പോയവർക്കറിയായിരിക്കാം, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇത് കണ്ട, ഫുള്ള് പാറയാണ്. കണ്ട, അതിൻ്റെ മേളിലും ഇതിനകത്താണ് ദേവി ഇരിക്കുന്നത്. അപ്പം നമ്മളും അവിടെയൊക്കെ നിന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അമ്മയും ആമിയും ചിക്കിരിയും കൂടെ നേരത്തെ തന്നെ അവരങ്ങ് പോയി. ഞങ്ങൾ കുഞ്ഞൂട്ടൻ്റെ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ സെക്ഷൻസൊക്കെ കഴിഞ്ഞ്. കണ്ട, ഫുള്ള് ഇതാണ്. എൻ്റെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മേളിലാണ് ഞാൻ കാണിച്ചത് കേട്ടോ. പാറയാണ് വെച്ചിരിക്കുന്നത്, മൊത്തം പാറ, നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഫുള്ളി ഇങ്ങനെ. ചിലപ്പോൾ എനിക്കറിയില്ല, ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ആരെങ്കിലും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ്, അവിടെ കുറേ പേര് എടുക്കുന്നുണ്ട് ഫോട്ടോസ്. ഞങ്ങൾ പിന്നെ താഴെ, നമ്മളിനി ഇത് കഴിഞ്ഞ് വേറൊരു അമ്പലത്തിലും കൂടെ പോകാനുണ്ട് അവിടെ അടുത്ത് തന്നെ. അപ്പം നമ്മൾ എന്തായാലും ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി, കാരണം പിള്ളേരെയൊക്കെ ആയിട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എത്തണമെന്നില്ല. 3 പിള്ളേരുണ്ട്. പിന്നെ നമ്മളെല്ലാവരും റെഡിയായി വന്നപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് സമയം പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും അടുത്തൊരു അമ്പലത്തിലോട്ട് പോകണമെന്ന് പ്ലാനുണ്ട്. എന്തായാലും അടയ്ക്കും, അത് ഉറപ്പാണ്. പിന്നെ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ നിന്ന്. അപ്പോൾ നമ്മൾ നടന്ന് താഴോട്ട് പോയപ്പോൾ നമുക്ക് കുറച്ച് പ്രസാദമൊക്കെ കിട്ടി. അപ്പം ആമിയും അമ്മയും ചിക്കിരിയും നേരത്തെ അവർ പോയി താഴെ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവർക്കും കുറച്ച് പ്രസാദമൊക്കെ കൊണ്ട് കൊടുക്കുവാണ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് പ്രസാദം മേടിച്ച്. ഞങ്ങൾ കഴിച്ച്, ഞങ്ങൾക്ക് പാൽപ്പായസം കിട്ടി.
പിന്നെ ഇച്ചിരി ഉള്ളു. ആ കിട്ടിയത് അല്ലേ? ഓക്കെ സോറി കഴി കഴിഞ്ഞ കഴിയല്ലേ കഴിയല്ലേ എന്ന് പറഞ്ഞു. വാ കഴിക്കോ കഴിച്ചിട്ട്? ഒരു മിനിറ്റ്, ആമയോടെ നിൽക്കണേ. ആമയും ചിക്കനും കൂടെ ഒരുമിച്ച് നിൽക്കും. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്. ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുക. ചിരിക്കടാ. നമുക്ക് പാർക്കിൽ പോണം. ലിപ്സ്റ്റിക്ക് മേടിക്കണം. നിങ്ങൾ രണ്ടുപേരും എവിടെ കൊണ്ടുവന്നില്ല. ബാ കുഞ്ഞോട്ടിനെ എന്നിരുത്തി ഫോട്ടോ എടുക്കണേ. കുഞ്ഞോട്ട് ഫോട്ടോ എടുക്കുമ്പോ ഞാൻ വെച്ച് കുഞ്ഞോട്ടിന് ഫീലിംഗ് ആവുമെന്ന്. നിങ്ങൾ രണ്ടുപേരും നടക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാം. ഒന്ന് നടക്കുക. അല്ല പാർക്കിൽ പോകണ്ട, പേടിയല്ലേ? പാർക്കിൽ കൊണ്ടുപോകത്തില്ലേ? ആമയോട് നമ്മള് ചേച്ചി ഇറങ്ങും നടക്കാൻ മടിയായോണ്ടാണ് പേടി എന്ന് പറയുന്നത്. നമ്മളെ ഈ സ്റ്റെപ്പെല്ലാം എടുത്ത് ഞാൻ ഇറക്കണം. ആമയോട് ഒന്ന് പതുക്കെ നടന്നോ, പേടിക്കണ്ട. വെറുതെ അഭിനയം. അവർക്ക് നടക്കാൻ മടിയാവുമ്പോ അവര് പറയും പേടിയാണ്. കുറച്ച് പിള്ളേരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ചിക്കിരി നടന്ന് ആമ എന്നെ കൊണ്ട് എടുപ്പിച്ചു. കാരണം ആമയ്ക്ക് പേടിയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ ഇറങ്ങിക്കഴിയുമ്പോൾ അമ്മയ്ക്ക് നടക്കാം. ചിലപ്പോൾ അത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് പേടിയായിട്ടും ആയിരിക്കാം. പക്ഷെ സാധാരണ ആമി നടക്കുമ്പോൾ ഇങ്ങനെ പേടി പറയുന്നത് ഇതുകൊണ്ടാണ്. നടക്കാൻ മടിയുള്ളപ്പോഴും വെറും തറയിലാണെങ്കിലും നടക്കുമ്പോൾ പേടി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എടുപ്പിക്കും. ആമിയും കുഞ്ഞോട്ടും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ആമി ഫോട്ടോ എടുക്കാൻ ആമിയും ചിക്കിരിയൊക്കെ സമ്മതിച്ചിട്ട് പാടാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് അതിൻ്റെ മേലിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ വേണ്ട. പക്ഷെ ആരും ആമിക്ക് പേടിയാണ്. ആമി വെറുതെ ആമിക്ക് മൂടാണില്ല. ആമിക്ക് ഫോട്ടോ എടുക്കണം. മറ്റേ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ശരിക്കും കുറച്ച് താഴെ വണ്ടി പാർക്ക് ചെയ്യാനും നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാകുന്നത്. നമ്മൾ മേളിലെല്ലാ വണ്ടി പാർക്ക് ചെയ്യുന്ന കണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് നടന്നാണ് പോയത്. നമ്മൾ ഇനി അടുത്തത് ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രത്തിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഇങ്ങോട്ടെത്തി. അപ്പോഴത്തേക്ക് എന്തായാലും ലേറ്റായി. നമ്മൾ നോക്കാം എന്നോർത്താണ് പോയത്. അമ്പലം അടച്ചിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആമയ്ക്ക് പിന്നെയും ക്ഷീണം വന്ന് നമ്മൾ എടുക്കേണ്ടി വന്നു. അത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട്. ആ കാവ് ഉണ്ടല്ലേ, അമ്പലം അടച്ചെങ്കിലും നമ്മൾ ആ കാവിൽ കൂടെ ഒക്കെ നടന്നു. ഞാൻ ഇതിനു മുമ്പ് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കാവിൻ്റെ അകത്തൊന്നും അങ്ങനെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്കൊന്ന് ഇവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ നമ്മളെന്നാൽ ജസ്റ്റ് ആ കാവിൻ്റെ കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇതുവരെ വന്നേയില്ല, അമ്പലമോ അടച്ചു. ഇതെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്. പക്ഷേ ഞാൻ പറയാമല്ലോ, അത്രയും പോയില്ല, ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആമയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആമയ്ക്ക് ഇഷ്ടം. ആമയ്ക്കിങ്ങനെ നമുക്ക് പേടി അറിയാറായിട്ടില്ല. അങ്ങനെ പേടിയൊന്നുമില്ല. കുഞ്ഞൂട്ടൻ പാമ്പ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവളത്ര കുഞ്ഞൂട്ട് പേടിയുണ്ടെങ്കിലും കുഞ്ഞൂട്ട് ഇഷ്ടം കേട്ടോ ഇങ്ങനെ നടക്കാൻ. ഞാനും കുഞ്ഞൂട്ടിനും കൂടെ എന്നാൽ അകത്തോട്ട് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പേടിക്കണം, ഞങ്ങളുണ്ട്.
ധൈര്യമായിട്ട് നടക്കാമി. കുഞ്ഞോട്ട് പേടിയുണ്ടോ? അമ്പലം അടച്ചു പോയല്ലേ? എവിടം വരെ പോവാം? അങ്ങനൊന്നും ഇല്ലല്ലേ? ഇതിനകത്താണ് അമ്പലം. പുറത്ത് കണ്ടത് ഇത്. പേടി പാമ്പിന്റെ മിണ്ടല്ലേ, ആവശ്യമായിട്ട് പറയല്ലേ, നിന്നെ കൊണ്ട് കൊള്ളൂല. അങ്ങോട്ട് പോവാ. ആമീർ അങ്ങോട്ട് പോവാന്ന് മക്കുച്ചി. തിരിച്ചു പോവാം. നമുക്ക് വേറെ സ്ഥലം കാണാം. അമ്മ പറഞ്ഞു ഇനി അങ്ങോട്ട് കൂടുതൽ പോകണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന്. പക്ഷെ നമ്മളെല്ലാവരും, അമ്മ തിരിച്ചു പോയി, ഞങ്ങൾ അകത്തോട്ട് നടന്നു. ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം. ഇത് മൊത്തത്തിൽ നമ്മൾ ചുറ്റിക്കും. കുഞ്ഞൂട്ട് അങ്ങോട്ട് പോവാം, ഞാൻ ഇങ്ങോട്ട് പോവാം. അല്ല, ആ കാണുന്ന റോഡാന്ന് തോന്നുന്നു. അങ്ങോട്ട് തിരിഞ്ഞാൽ കാരണം റോഡിന്റെ സൗണ്ട് വഴി തെറ്റിപ്പോ. ആമയ്ക്ക് പേടിയില്ല. ആമി ഒരു പോവാന്ന്. ആമി എവിടോട്ട് പോകണ്ട? എങ്ങോട്ട് പോകണം? ആ അങ്ങോട്ട്. അമ്മ വന്നില്ലേ? സൗണ്ട് കേൾക്കണ്ടോ? ഇനി ഇവിടുന്ന് റൈറ്റോ ലെഫ്റ്റോ? അതെ, ഇവിടെയൊക്കെ ഉണ്ട് പുറ്റ്. ഒരു പാമ്പ് ഇപ്പൊ കഴിഞ്ഞു വന്നു. തമാശ കളിക്കരുത്. ലാസ്റ്റ് വന്നു കഴിയുമ്പോ നീ തന്നെ ആദ്യം കരയും. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോക്കാം. ഞങ്ങൾ ഇങ്ങോട്ട് പോവാം. ഈ വഴി തിരിച്ച് ഇങ്ങോട്ട് വരണേ. നീ വഴിന്ന് പോവാം. ഈ വഴിയാണ് ഏറ്റവും ഡേഞ്ചർ. കൊണ്ട് മടി വെട്ടിക്കരുത് കുഞ്ഞോട്ട്. ഇനി നീ ആവശ്യമില്ലാണ്ട് വാ തുറന്നാൽ സത്യമായിട്ട് ഞാൻ കുഞ്ഞോട്ട് പേടിയുണ്ട്. ഇതാണോ പേടി? അവക്ക് ഉടുമ്പ് എന്താന്ന് പോലും അറിയില്ല. നീയാണ് പേടിച്ചത്. ആ കൊരങ്ങന്മാരൊക്കെ ഇളകി വരും കേട്ടോ. ഇവിടെ കൊണ്ട് അമ്മയുടെ അടുത്താക്കിട്ടെ. നീ അമ്മയുടെ അടുത്ത് അമ്മമ്മയുടെ അടുത്ത് പോയിരുന്നോ? അമ്മമ്മയുടെ അടുത്ത് ഉണ്ടാക്കട്ടെ. നമ്മളെ കാണുന്ന സമയത്ത് ഇവളാണെങ്കിൽ കാണൂല്ലോ. പോയി നോക്കാം. അപ്പോഴാണ് ആ വഴി കൂടെ കുറേ ആൾക്കാർ പോകുന്നത് കണ്ടത്. ആ വഴി ശരിക്കും നമുക്ക് റോഡിൻ്റെ സൗണ്ട് അടുത്ത് കേൾക്കാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ആ വഴി പുറത്തിറങ്ങാം, അല്ലെങ്കിൽ അവർ ആ വഴി പുറത്തിറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവരുടെ പുറകിന് പോകാൻ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ പുറകിന് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഈ വഴിയുണ്ട്, പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അവർ ശരിക്കും വേറെ എന്തോ കാര്യത്തിന് വേണ്ടി പോയതാണ്. എനിക്ക് അവരുടെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ആ കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറ്റാനോ അങ്ങനെ എന്തോ കാര്യത്തിന് വേണ്ടി അവർ ഉള്ളിലോട്ട് പോയതാണ്. പക്ഷേ ഞങ്ങൾ അവരുടെ പുറകിന് പോയി. അങ്ങനെ ഞങ്ങൾ
പുറത്തോട്ടുള്ള വഴി കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അയ്യോ ഒരു വലിയ ടാസ്ക് ഉണ്ട് മക്കളെ. മഹേഷ് ചേട്ടാ ഇത് നോക്കി. അഡ്വഞ്ചറസ്. നീ എങ്ങനെ പോവും? ആ കുഞ്ഞുടനെടാ ഞാൻ ഒന്ന് നോക്കട്ടെ. കുഞ്ഞു ഒന്ന് പോയി നോക്ക്. ചാടി ചാടി ചാടിക്കോ. നല്ല വലുതാ. വീണാല് ഇറങ്ങി വരാൻ പറ്റുമോ? അയ്യോ ചാടണ വെറുതെ കാലെടുത്ത് വെച്ചാ എന്നിട്ട് കുഞ്ഞു വീഡിയോ എടുത്തോ. ഇത് വീഴണത്. ആമിക്ക് ചിരി വരുന്നത്. നീ ആമേനെ അയ്യോ ആമീനെ കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ. കുഞ്ഞു മാമനെ പിടിച്ചോ. എന്നിട്ട് നീ ഒറ്റയ്ക്ക് ചാടിക്കോ. അല്ല വേണ്ട, കൈ വേണ്ട. താഴെ പോയാലോ? ചാടിക്കോ ചാടിക്കോ. ഇവൾക്ക് അവനെ കാണുമ്പോ ഹാൻഡ് ഓവർ ചെയ്യാം. അയ്യോ എന്റെ ആമി എന്റെ മേടിക്കാം, അതാ നല്ലത്. അങ്ങനെ വരില്ലടോ. മേടിച്ച താൻ കാലെത്തിച്ചാ മതി. അവിടെ നിക്കി കുഞ്ഞൂട്ടാ. കുഞ്ഞാമി ഇങ്ങെടുത്തോ. കുഞ്ഞൂട്ട മാറ് കുഞ്ഞൂട്ടാ. കുഞ്ഞൂട്ട അയ്യോ മഹിച്ചിട്ട് കൈ കൊടുത്താൽ മതിയായിരിക്കും. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടൊരു കുഴിയാണ് കേട്ടോ. വീതി കുറവാണ്, പക്ഷെ നല്ല അടിയിലോട്ട് നല്ല വലിയൊരു കുഴിയാണ്. വീണാ പാടായിരിക്കും. എന്നാലും എല്ലാവരും ചാടിക്കിടന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എൻജോയ് ചെയ്തൊരു മൊമെന്റ്. ആ കാട്ടിലൂടെ കാടുള്ളൊരു കാവിൽ ഞങ്ങൾ നടന്ന അമ്മ പക്ഷെ അമ്പലത്തിൽ നമ്മൾ കയറിയ സൈഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ച്. വേണ്ട 3 അവിടെ നിന്ന് നമ്മൾ പുളിമുട്ടായൊക്കെ മേടിച്ച് കാർ പാർക്ക് ചെയ്ത് ഫ്ലിപ്പിട്ട് നടന്നു. ചിക്കനെ പിടിച്ചോ കുഞ്ഞൂട്ടാ. വണ്ടിയോ കണ്ടു. അടുത്ത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ വേറൊരു അടുത്ത് കാണാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാശിയാണ് എല്ലാത്തിനും. അഭിമാനം അങ്ങനെയൊന്നും നമ്മുടെ വായിലാ. അമ്മ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കല്ലേ, ആരോടെങ്കിലും വഴി കാണുന്നവരോട് ചോദിക്കാനാണ് പറയുന്നത്. അവസാനം ഗൂഗിൾ ഇത്രയും റിവ്യൂ കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. മക്കളെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് എത്തിച്ചു കളഞ്ഞത്. കുഞ്ചാട്ടനെല്ലാം മാന്യ. അയ്യേ അങ്ങോട്ട് കേച്ചിരുന്ന പോ പിള്ളേരെ കണ്ടിട്ട് പോവാ. അതിന്റെ മേളിൽ കൂടെ പോയി ഭയങ്കര രസമുണ്ട്. ആ ചേച്ചിയുടെ അടുക്കള കാണാം. എനിക്ക് പ്രാന്താകുന്നില്ല. ഭയങ്കര വെയിറ്റിംഗ് ആണ്. നമ്മളെ കണ്ടില്ല കുഞ്ചാട്ടർ കണ്ടിട്ടില്ലേ അക്കഡേറ്റ്?
ആ റോഡിന്റെ നടുക്കൂടെ. അത് തന്നെ ഞാൻ ചോദിക്കണേ. ഒരു മനുഷ്യരുണ്ടോ നോക്കി ഇവിടെ നമ്മൾ മാത്രം വന്നേക്കണല്ലോ വീടല്ലേ. വാക്ക് മാറ്റരുത്. ഒരുപാട് സ്ഥലത്ത് ആരിങ്ങനെ റേറ്റിംഗ് കൊടുക്കണമെന്നുള്ളതാണ്. അവസാനം നമുക്ക് ഒരാൾ വഴി പറഞ്ഞു തന്നു. പെട്ടുപോയി എന്ന് പറയാതിരിക്കാൻ വയ്യ, പെട്ടുപോയി. ചെറിയൊരു റോഡ് മുന്നോട്ട് പോകും തോറും റോഡിന്റെ വീട്ടുകാരോട് ചോദിച്ചാലോ അങ്ങോട്ട്. പറഞ്ഞത് അവിടെ എവിടെയോ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മേളിൽ കയറി കാണാമെന്നാണ് പറഞ്ഞത് കാറ്. പക്ഷെ അങ്ങോട്ട് പോകും തോറും വീതി കുറയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഏതോ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചു പോവുക. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ് ഒന്നും പറ്റിയില്ല ആർക്കും. ഈ വണ്ടി ആ കനാലിലോട്ട് വീണില്ല, അതിൻ്റെ അവിടെ സ്റ്റക്കായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ജസ്റ്റ് ഞാൻ വീഡിയോ സൂം ചെയ്ത്, നല്ല ദൂരത്തിലാണ്, ഞാൻ വെറുതെ ക്യാമറ സൂം ചെയ്ത് നോക്കിയതാണ് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ആ പ്ലാനൊക്കെ ഫ്ലോപ്പായി. നമ്മൾ തിരിച്ച് വീട്ടിൽ വരുവാണ്. ഇപ്പോൾ പോകുന്നൊരു ഫുഡൊക്കെ കഴിക്കാൻ കയറി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.